ഗൈസ്, അപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ എന്താണ് എല്ലാ വീഡിയോയിലും ഉടുപ്പിടാതിരിക്കണതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹിയിലാണ്, ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഉടുപ്പിടാത്തത്. വേറൊന്നും വിചാരിക്കരുത് അല്ലേ? അങ്ങനെയല്ലേ ഗൈസ്? ഇന്ന് നമ്മൾ ഇവിടെ അമ്മായിയമ്മ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അമ്മായിയമ്മ പോരെ എടുത്താൽ എങ്ങനെയായിരിക്കും? അതാണ് ഇന്നത്തെ നമ്മുടെ കഥ ഗൈസ്. നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് റൈസ് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നു, ചിക്കൻ ഫ്രൈ. അതൊരു അക്ഷരസ്ഫുടതയോടെ പറഞ്ഞാലേ ഭംഗി വരുള്ളൂ. പിന്നെ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള മുട്ടക്കോസ്, ക്യാരറ്റ്, ബീൻസ്, സവാള, ക്യാപ്സിക്കം, ഇതെല്ലാം ഇനി നമ്മൾ കുനുകുന അരിയണം. പപ്പിന് ഡ്രസ്സൊക്കെ ഇടാത്തപ്പോ എന്ത് ചൂടാണ്. ഞങ്ങളിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണ്. ഇവിടെ ഒരു മമ്മി എന്ന് പറയുന്ന ഒരാൾ ഇവിടെയൊക്കെ ജോലിയാണ്. അപ്പൊ എനിക്ക് ചൂടായോണ്ടാണ് ഞാൻ നിക്കറിട്ടിരിക്കുന്നത്. പക്ഷെ അമ്മ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാം. പപ്പ ഇവിടെ നിക്കാണ്. ലക്കിനെ എന്ത്രണ്ടൊക്കെ വഴക്കൊക്കെ പറഞ്ഞു. എല്ലാരും ഉണ്ട്. ലക്കിയൊക്കെ വെയിറ്റിംഗിലാണ്. എന്താ ലക്കി? എന്നാടി അങ്ങനെ ഗൈസ്, നല്ല കിട്ടിയില്ല ചിക്കൻ ഫ്രൈ കട്ട് ചെയ്ത് രണ്ടാക്കുന്നു. ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളെല്ലാം റെഡിയായി. ചട്ടി വെച്ച് ചട്ടിയിലോട്ട് ഇട്ടിരിക്കുന്നു. ഷെഫ് എന്താണ് ഷെഫ്? ചൂടാണ്, ചൂട് ഭയങ്കര ചൂട്, സഹിക്കപ്പോൾ ചൂടാണ്. ചേർക്കുന്നുണ്ടോ? തളർന്നത് അടുക്കളയിൽ AC വയ്ക്കാൻ പറ്റില്ലല്ലോ. അടുത്തതായിട്ട് മുട്ട വരണം. നല്ല നാടൻ ഫ്രൈഡ് റൈസ്. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വഴട്ടി നല്ല ചെറിയ വേവാണ്. മുട്ടയൊക്കെ നല്ല ഉടഞ്ഞു ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം വേവിച്ചു കൊടുത്തത്, അത് കട്ട് ചെയ്തതെല്ലാം ഞാനാ. ചെയ്താണോ? എന്നിട്ട് എന്നെ ഇപ്പൊ നമ്മള് വെളിയിലാണ്, രണ്ട് ഇളക്കിളക്കിയിട്ട് മെയിൻ ആവും. മേടിച്ചോണ്ട് മാത്രം വന്നു, ബാക്കി എല്ലാം ചെയ്യുന്ന ഞാനാ. എനിക്കറിയാം ലാസ്റ്റ് എങ്ങനെ വരുമെന്ന് അറിയാം. കുഴപ്പമില്ല. ഫ്രൈഡ് റൈസിന്റെ ചോറ് ബാക്കിയുണ്ട്, നാളെ ഫ്രൈഡ് റൈസ് ആണ്. ഇനി അങ്ങോട്ട് ഒരാഴ്ച ഫ്രൈഡ് റൈസ് ആയിരിക്കും. ഫൈനലി നമ്മൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ നേരത്ത് കാണാം. അങ്ങനെ ഫൈനലി നല്ല ഫ്രൈഡ് റൈസും ലെഗ് പീസും വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാം. സവാളയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. സവാള വേണ്ട, കെച്ചപ്പ് മതി. എനിക്ക് മയോണൈസ് കിട്ടിയില്ല. മയോണൈസ് ഉണ്ടാക്കാൻ വെളുത്തുള്ളി മേടിച്ചാൽ എന്താ കൊളസ്ട്രോൾ പിടിക്കും. ആദ്യം നമുക്ക് കുഞ്ഞാപ്പിക്ക് കൊടുത്തു നോക്കാം. കുഞ്ഞാപ്പിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. തിന്നുമ്പേ മുമ്പെന്നാ കൊള്ളാമോ?